ഹായ് ഡി സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇലാൻസ് ട്യൂഷൻ. സോ നമ്മുടെ ചാനലിൽ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇഗ്നോ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേഷനുകളും നിങ്ങൾക്ക് ഇനിമേൽ ലഭ്യമാകുന്നത് ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും. മാത്രവുമല്ല, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇയർ എൻഡ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് ആ എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ആ ഒരു സപ്പോർട്ടുകൾ നിങ്ങളെ സംബന്ധിച്ച് എക്സാമിനേഷൻ എഴുതാൻ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം തന്നെ ഇനി വന്നുകൊണ്ടേയിരിക്കും. സോ ആ വീഡിയോസൊക്കെയും ഒറ്റൊന്നു പോലും മിസ്സാക്കാതെ നിങ്ങൾ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് സെയിം എക്സാമിനേഷൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ എഴുതുന്ന സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഇയർ എൻഡ് എക്സാമിനേഷൻ, ജൂൺ മാസത്തിലെ ഇയർ എൻഡ് എക്സാമിനേഷന്റെ ടൈം ടേബിൾ, എസ്പെഷ്യലി ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ ബികോം ജനറലിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് മുമ്പ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ടൈം ടേബിളൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ടൈം ടേബിളൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളെ സംബന്ധിച്ചുണ്ടായേക്കാം. സോ നമ്മുടെ എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന വലിയ ശതമാനം ആളുകൾ ഒന്നുകിൽ ജോലി ചെയ്യുകയോ അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവർ പ്രാധാന്യം കൊടുക്കുന്ന അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ സ്ട്രീം കാര്യം ഇതിനായിരിക്കും. ഈ ഒരു എക്സാമിനേഷൻ മേ ബി ഒരു സെക്കൻഡറി ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അവരവിടെ ഷെഡ്യൂൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എക്സാമിനേഷൻ മിസ്സായി പോകാനോ അല്ലെങ്കിൽ അതിന് സമയം അങ്ങോട്ടും മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഓർമ്മയിലുണ്ടാവണം. സോ ഷെഡ്യൂൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് പരിശോധിച്ച് നോക്കാം. സോ നമ്മുടെ എക്സാമിനേഷന്റെ ഈ ഒരു ഷെഡ്യൂൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് സെമസ്റ്റർ ഓർഡറിലല്ല, പകരം ഡേറ്റ് ഓർഡറിലാണ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്ന ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഷെഡ്യൂൾ ഞാൻ ഇവിടെ തന്നേക്കുന്നത്, ഒരിക്കലും സെമസ്റ്റർ ഓർഡറിലല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മളെ സംബന്ധിച്ച് എക്സാമിനേഷൻ എല്ലാം തന്നെ വരുന്നത് ആഫ്റ്റർനൂൺ ആണ്. ഒരു എക്സാമിനേഷനും മോർണിംഗ് ടൈമിൽ വരുന്നില്ല. സോ കുഴപ്പമില്ല, നമുക്ക് എക്സാമിനേഷൻ ഡേയില് കുറച്ചധികം സമയം എക്സാമിനേഷന് വേണ്ടിയിട്ട് ലഭിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാര്യം എക്സാമിനേഷൻ ഡേയിൽ കിട്ടുന്ന ആ ഒരു ടൈം നമ്മൾ മാക്സിമം വിനിയോഗിക്കും. ഇപ്പോൾ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ അലസത നമ്മൾ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എക്സാമിനേഷൻ ഡേയിലാകുമ്പോൾ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ട് മാറും. സോ ആഫ്റ്റർനൂൺ ആണ് നമ്മുടെ എക്സാമിനേഷൻ വരുന്നത്. നമ്മുടെ എക്സാമിനേഷൻ ആരംഭിക്കുന്നത് ജൂൺ 10-ാം തീയതിയാണ്. ജൂൺ മാസം 10-ാം തീയതി നമ്മുടെ എക്സാമിനേഷൻ ആരംഭിക്കുന്നു. BCOS 185 കോഡിൽ വരുന്ന ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന 5th സെമസ്റ്റർ പേപ്പറോട് കൂടിയാണ് നമ്മുടെ എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് എക്സാമിനേഷൻ 2 ദിവസത്തെ ഗ്യാപ്പോട് കൂടി 12th ജൂൺ 12ന് എക്സാമിനേഷൻ വരുന്നു. BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന സെമസ്റ്റർ 6ലെ പേപ്പറാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത്. സോ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റു 2 ഇയർ വിദ്യാർത്ഥികളെക്കാൾ അപേക്ഷിച്ച് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ വളരെ അധികം കുറവാണ്. ഏതാണ്ട് ഒരു 15 ദിവസത്തും കൊണ്ട് നിങ്ങളുടെ എൻറ്റയർ എക്സാമിനേഷനും കഴിയുന്നുണ്ട്. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് ഏതാണ്ട് ഒരു മാസത്തിലധികം സമയം എക്സാമിനേഷൻ കംപ്ലീറ്റ് ആവാനുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ എക്സാമിനേഷൻ സമയം വളരെയധികം കുറവാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നിങ്ങളുടെ മുഴുവൻ എക്സാമിനേഷനും കംപ്ലീറ്റ് ആവുന്നത്. ആ എക്സാമിനേഷൻ ഇടയിലുള്ള ഗ്യാപ്പുകളും കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണേടാ. സോ 12-ാം തീയതി എക്സാമിനേഷൻ നമുക്ക് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്ന എക്സാമിനേഷൻ 6th സെമസ്റ്ററിന്റെ എക്സാമിനേഷൻ ആഫ്റ്റർനൂൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 13-ാം തീയതി തന്നെയാണ് നമ്മുടെ അടുത്ത എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ, സോ 10, 12, 13 ഈ 3 ദിവസവും എക്സാമിനേഷൻ അടുപ്പിച്ച് വരുന്നു. 13-ാം തീയതിയിലേക്ക് വരുന്ന സമയത്ത് BCOE 141 എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിന്റെ എക്സാമിനേഷൻ സെമസ്റ്റർ 5ലാണ് വരുന്നത്. സോ ദെൻ 18-ാം തീയതിയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു 4-5 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ആദ്യത്തെ 3 എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എക്സാമിനേഷൻ വരുന്നത് 18-ാം തീയതിയാണ്. BCOE 143 എന്ന് പറയുന്ന ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ സെമസ്റ്റർ 5ലെ. ഓക്കെ, ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കാൻ വേണ്ടി നമുക്കൊരു 4-5 ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ബട്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, തൊട്ടടുത്ത ദിവസം തന്നെ 19-ാം തീയതി തന്നെ നമുക്ക് എക്സാമിനേഷൻ ഉണ്ട്. BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഗ്യാപ്പ് കിട്ടുന്നില്ല, നമുക്കവിടെ ഒരു ദിവസത്തെ ഗ്യാപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ കണ്ടുള്ള 4-5 ദിവസം നമുക്ക് ഈ ഒരു പ്രോബ്ലം പേപ്പർ പഠിക്കാൻ, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പ്രോബ്ലം പേപ്പർ കൂടി പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ സെമസ്റ്റർ 6ലെ ഈ പേപ്പർ കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് 20-ാം തീയതി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിനേഷൻ വരിക. 20-ാം തീയതി തന്നെ നമുക്ക് BCOG 172 എക്സാമിനേഷൻ വരുന്നു. സോ ആ ഒരു ദിവസത്തെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ പേപ്പർ സെമസ്റ്റർ 6ലെ പേപ്പർ നടക്കുന്നതായിരിക്കും. ദെൻ 20-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത എക്സാമിനേഷനും വരുന്നു. 21-ാം തീയതി BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ സെമസ്റ്റർ 5.
ക്ലിയർ. ഈ എക്സാമിനേഷൻ ഒന്ന് പരിശോധിച്ചേ. 13-ാം തീയതിക്ക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18, 19, 20, 21 കണ്ടിന്യൂസ് ആയിട്ട് 4 എക്സാമിനേഷനുകൾ വരുന്നുണ്ട്. സോ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ എക്സാമിനേഷനിലേക്കുള്ള പഠനം നിങ്ങൾ എക്സാമിനേഷനോട് ചേർന്നുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഇടയിലോ നടത്താമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ എക്സാമിനേഷൻ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന ഈ സമയത്ത് തന്നെ നിങ്ങൾ ആരംഭിച്ചോളൂ. കാര്യം ഇനി അങ്ങോട്ടേക്ക് ഇനി ഒട്ടും സമയമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഏറ്റവും അവസാനത്തെ എക്സാമിനേഷൻ നമുക്ക് 3-4 ദിവസത്തെ ഗ്യാപ്പോട് കൂടി 25th നടക്കുന്നത്. BCOE 144 എന്ന് പറയുന്ന ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്ന പേപ്പറിന്റെ എക്സാമിനേഷൻ സെമസ്റ്റർ 6 നടക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ ഇയർ എക്സാമിനേഷന്റെ ഷെഡ്യൂൾ അഥവാ 5th and 6th സെമസ്റ്ററിന്റെ എക്സാമിനേഷന്റെ ഷെഡ്യൂൾ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ സെക്കൻഡ് ഇയറിന്റെയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെയോ ഏതെങ്കിലും പേപ്പർ എക്സാമിനേഷൻ എഴുതുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഷെഡ്യൂൾ കൂടി വിശദീകരിക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കൂടി നിങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും. സോ ആ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യുക. മാത്രവുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ്, നിങ്ങളെ സംബന്ധിച്ച് ഈ എക്സാമിനേഷനൊക്കെയും വളരെ ക്രൂഷ്യലാണ്. തിയറി പേപ്പേഴ്സും അതേപോലെ തന്നെ പ്രോബ്ലം പേപ്പേഴ്സും ഈ ഒരു എക്സാമിനേഷനകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്, എക്സാമിനേഷനകത്ത് എഴുതാനായിട്ടുണ്ട്. എനിവേ ആ എക്സാമിനേഷൻ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇഗ്നോയുടെ ഈ ഒരു ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇഗ്നോ എക്സാമിനേഷൻ എഴുതുന്ന കോഴ്സുകൾ ചെയ്യുന്ന BCom കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിലേക്ക് ഈ ഒരു ചാനലിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ലിങ്കുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ എക്സാമിനേഷൻ ഫൈനൽ ഇയറിൻ്റെ 5th and 6th സെമസ്റ്ററിൻ്റെ എക്സാമിനേഷൻ്റെ സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലഭിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദി ബെസ്റ്റ്.